നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോക്സോ ആക്ട് ആണ് അല്ലേ. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 ഒരു ആക്ടാണ്. പ്രധാനപ്പെട്ട ഒരു ആക്ടാണ്. നമ്മൾ പോലീസ് ആയാലും പോലും ആ സർവീസിലുള്ള ആയാലും പോലും ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കേണ്ട അതിന് അങ്ങനെ വരുന്ന കുറേ കേസുകൾ വരുന്ന ഒരു ഭാഗമാണ് പോക്സോ ആക്ടിൻ്റെ കീഴിൽ കുറേ കാര്യങ്ങൾ വരുന്നത്. കോടതികൾ തന്നെ പ്രത്യേകമായ കോടതികൾ പോലും ഈ പോക്സോ ആക്ടിൻ്റെ കീഴിൽ വരുന്നുണ്ട്. എത്ര കേസുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോലീസിൽ ജോലിക്ക് പ്രവേശിക്കുമ്പോൾ CPO ആയാൽ പോലും നമ്മൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഈ ആക്ടിനെ കുറിച്ചൊരു അവബോധം ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് സിലബസിൽ വരുന്നതും. അപ്പോൾ എന്തായാലും 2 മാർക്കിനാണെങ്കിലും അതിന് പ്രത്യേക പ്രൊവിഷൻസ് എടുത്ത് പറയുന്നുണ്ട്. അത് കൃത്യമായി പഠിക്കുകയാണെങ്കിൽ 2 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പോക്സോ ആക്ടിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മൾ അതിൻ്റെ എങ്ങനെയാണ് പോക്സോ ആക്ട് വരുന്നത്, എന്തിനാണിത് കൊണ്ടുവരുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് എത്രയും വേഗം തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നാണ് പോക്സോ ആക്ടിൻ്റെ പൂർണ്ണരൂപം. മാറിപ്പോകരുത്. ആക്ടിൻ്റെ പേരും വശം വേണമെങ്കിൽ ചോദിക്കാം. പ്രിവെൻഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ആയിരിക്കുമോ എന്നൊക്കെ ചിലപ്പോൾ കേൾക്കാം. അല്ലെങ്കിൽ പ്രൊഹിബിഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ആയിരിക്കുമോ എന്നൊക്കെ വേണമെങ്കിൽ ഓപ്ഷൻ ഇട്ട് ചോദിക്കാം. ആക്ടിൻ്റെ പേര് കൃത്യമായി അറിഞ്ഞിരിക്കുക. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. ആക്ട് നമ്പർ ആണെങ്കിൽ ആക്ട് നമ്പർ 32 എന്നാണ്. ആക്ട് നമ്പർ 32 ഓഫ് 2012 എന്നാണ് ഈ ആക്ട് കൊണ്ടുവന്ന സമയത്ത് അതിൻ്റെ നമ്പർ പറയുന്നത്. വേണമെങ്കിൽ ഓർത്ത് വയ്ക്കുക. ഒരു ആഡ് ഇൻഫർമേഷൻ തന്നു എന്നേ ഉള്ളൂ. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. എന്താണ് ഈ ആക്ടിൻ്റെ, ഈ നിയമത്തിൻ്റെ ലക്ഷ്യം എന്താണ് നമുക്ക് നോക്കാം. അപ്പം ഈ ആക്ട് എന്താണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമൊരു നിയമം കൊണ്ടുവരണം. അതെങ്ങനെയാണ് ആ രാഷ്ട്രത്തിന് അധികാരപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിന് കുട്ടികൾക്ക് വേണ്ടിയായ പ്രത്യേക വ്യവസ്ഥകൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പറയുന്നത് ഭരണഘടനയുടെ 15-ാം അനുച്ഛേദത്തിലെ 3-ാം ഖണ്ഡപ്രകാരമാണ്. ഖണ്ഡിക പ്രകാരമാണ് പറയുന്നത്. ആർട്ടിക്കിൾ 15 ക്ലോസ് 3 പ്രകാരം രാഷ്ട്രത്തിന്, ഒരു ഗവൺമെൻറ്റിന് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക വ്യവസ്ഥകൾ കൊണ്ടുവരാമെന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ് ഈ പോക്സോ ആക്ട്. കുട്ടികൾക്ക് വേണ്ടി നിയമങ്ങൾ ഓരോന്ന് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ ആക്ട്, അങ്ങനെ കുറേ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ നിയമങ്ങളുണ്ടല്ലോ. അതിൻ്റെ എല്ലാം അടിസ്ഥാനം ഈ ഒരു ഭാഗത്തു നിന്നാണ്. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക വ്യവസ്ഥകൾ കൊണ്ടുവരാനായിട്ട് രാഷ്ട്രത്തെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം 15-ലെ 3-ാം ഖണ്ഡിക പ്രകാരമാണ്. 3-ാം ഖണ്ഡപ്രകാരമാണ് അത് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് പോക്സോ ആക്ടിന് വരുന്നത്. അതുകൊണ്ട് പോക്സോ ആക്ടിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? ഈ പേര് പോലെ നമുക്ക് തന്നെ എൻ്റെ ലക്ഷ്യം നോക്കാം. എന്താണ് പോക്സോ ആക്ടിൻ്റെ ലക്ഷ്യമെന്ന്? എന്താണ് പ്രധാന ലക്ഷ്യം? കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം, അശ്ലീല ചിത്രീകരണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ അവയിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക. പ്രൊട്ടക്ഷൻ, സംരക്ഷിക്കുക. എന്താണ് ലൈംഗിക ആക്രമണം, സെക്ഷൽ അസോൾട്ട്, സെക്ഷൽ ഹറാസ്മെൻറ്റ്, പോർണോഗ്രഫി തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും ആ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക എന്നാണ് പോക്സോ ആക്ടിൻ്റെ പ്രധാന ലക്ഷ്യം. ഏറ്റവും കൂടുതൽ 2012 ശേഷം ടെക്നോളജിയുടെ സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം കൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ക്രൈമുകളും കുറ്റകൃത്യങ്ങളും കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും എല്ലാം കൂടി വരുന്ന സാഹചര്യമാണ്. അപ്പോൾ അതിൽ നിന്നുമൊക്കെ കുട്ടികളെ സംരക്ഷിച്ച് അവർക്ക് അതിനു വേണ്ടി നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോക്സോ ആക്ട് വന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഓർത്തു വയ്ക്കുക. ലൈംഗികാക്രമണം, ലൈംഗിക പീഡനം, അശ്ലീല ചിത്രീകരണം അല്ലെങ്കിൽ പോർണോഗ്രഫി തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് പോക്സോ ആക്ടിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം എവിടെ നിന്നാണ് ആദ്യം ഉത്ഭവിച്ചത് എന്ന് നോക്കാം. അത് എവിടെ നിന്നായിരിക്കും വന്നത്? ഈ ഭരണഘടനയുടെ 15-ാം അനുച്ഛേദത്തിലെ 3-ാം ഖണ്ഡിക പ്രകാരം ഒരു നിയമം കൊണ്ടുവരാം. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക വ്യവസ്ഥകൾ കൊണ്ടുവരാം. ശരി. എന്നിട്ട് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നു. ഈ ലക്ഷ്യം എവിടെ നിന്നായിരിക്കും കിട്ടിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഐക്യരാഷ്ട്രസഭയിലേക്ക് ഒന്ന് പോകേണ്ടി വരും. എന്താണ് അവിടെ നടന്നത് എന്ന് നോക്കാം. ഐക്യരാഷ്ട്രസഭയിൽ 1992 ഡിസംബർ 11-ാം തീയതി കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചൈൽഡ് എന്നൊരു ഉടമ്പടി ഉണ്ടായി. ഐക്യരാഷ്ട്രസഭയിലെ കുട്ടികളുടെ അവകാശ ഉടമ്പടി. അതിൻ്റെ ബേസ് ചെയ്ത് അതിൽ നിർണയിച്ചിട്ടുള്ള പ്രകാരമാണ് 2012
നമ്മുടെ പോക്സോ ആക്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. നോക്കുക, കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ചൈൽഡ്, UN കൺവെൻഷൻ ഓൺ ദി റൈറ്റ്സ് ഓഫ് ചൈൽഡ്, അത് 1992 കൊണ്ടുവന്ന ശേഷം 20 വർഷം കഴിഞ്ഞാണ് നമുക്ക് പോക്സോ ആക്ട് 2012 വരുന്നത് അല്ലേ. അപ്പം 92 കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചൈൽഡ് എന്ന് പറയുന്ന ഉടമ്പടി പ്രത്യേകം ഓർത്ത് വയ്ക്കാം. ഡേറ്റ് വേണമെങ്കിൽ പറയാം. ഡിസംബർ 11/12/1992 കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചൈൽഡ് പ്രകാരം ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ അവകാശങ്ങളുടെ ഉടമ്പടി അതിൽ നിർണയിച്ചിട്ടുള്ള പ്രകാരമാണ് 2012 ഈ ആക്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പം പോക്സോ ആക്ട് നിലവിൽ വരാനുള്ള 2 കാരണങ്ങൾ, ഒന്ന് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 15 അനുച്ഛേദം 15 മൂന്നാം ഖണ്ഡിക പ്രകാരം 15 ക്ലോസ് 3, 15 ക്ലോസ് 3, 15 ക്ലോസ് 3 അത് പ്രകാരം കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക വ്യവസ്ഥകൾ കൊണ്ടുവരാൻ രാഷ്ട്രത്തെ അധികാരപ്പെടുത്തിയിട്ടുള്ളതിനാലും 1992 ഡിസംബർ 11 1992 UN ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ അവകാശ ഉടമ്പടി പ്രകാരവും അതിൽ നിർണയിച്ചിട്ടുള്ള പ്രകാരവുമാണ് പോക്സോ ആക്ട് നിലവിൽ വന്നത്. ലൈംഗിക അതിക്രമം, ലൈംഗിക പീഡനം, അശ്ലീല ചിത്രീകരണം എന്നീ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞ് പ്രധാന ലക്ഷ്യത്തോടുകൂടെ പോകുന്ന ഒരു ആക്റ്റാണ് പോക്സോ ആക്ട് പറയുന്നത് 2012 നിലവിൽ വന്നത്. ഇനി പോക്സോ ആക്ട് നിലവിൽ വന്നത് എപ്പോഴാണെന്ന് വ്യത്യാസമുണ്ട്. നിലവിൽ വന്നതും പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചതും എപ്പോഴാണെന്നും രണ്ട് ചോദ്യങ്ങൾ ഇങ്ങനെ വരാം. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പ്രാബല്യത്തിൽ വരുന്നതും നിലവിൽ വന്ന് അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചത് എപ്പോഴും എന്നൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൻ്റെ ഡേറ്റുകൾ ഓർത്തിരിക്കുക. ഇവിടെ എന്താണ് പോക്സോ ആക്ട് 2012 പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചത് ഏത് വർഷമാണ്? 2012 തന്നെയാണ്. ജൂൺ 19 എന്താണ് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചത്. പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചാൽ സാധാരണ ഒരു നിയമം അല്ലേ, പ്രസിഡൻറ്റിൻ്റെ ഒരു അംഗീകാരം ലഭിച്ചാൽ അടുത്ത ദിവസം തന്നെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും. ഗവൺമെൻറ് എന്ത് പുതിയ തീരുമാനങ്ങൾ കൊണ്ടുവന്നാലും എന്ത് കാര്യങ്ങൾ കൊണ്ടുവന്നാലും എന്താണ് അടുത്ത ദിവസം അത് പൊതുജനങ്ങൾക്കായിട്ട് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും. അങ്ങനെ തന്നെയാണ് നിയമങ്ങൾ അതിനൊരു പ്രാബല്യം, അതിനൊരു ശക്തി കിട്ടുക. ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുമ്പോഴാണ് അതെല്ലാവരും അറിഞ്ഞു എന്ന രീതിയിൽ വരിക. അപ്പം എന്താണ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണമെങ്കിൽ ആദ്യം പാർലമെൻറ്റിൻ്റെ നിയമമായതുകൊണ്ട് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം വേണം. അത് പ്രസിഡൻ്റ് അംഗീകാരം കൊടുത്തത് ജൂൺ 19 2012 ആ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത് ജൂൺ 20 2012 ഓർക്കുക. പ്രസിഡന്റ് സൈൻ ചെയ്ത് അടുത്ത ദിവസം പബ്ലിഷ് ചെയ്യുക. അങ്ങനെ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. 2012 ജൂൺ 19 പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചു. പിന്നെയോ പോക്സോ ആക്ട് അംഗീകാരം ലഭിച്ചതിന് ശേഷം പോക്സോ ആക്ട് നിലവിൽ വന്നത്, പ്രാബല്യത്തിൽ വന്നത് എന്താണ് ശിശുദിനത്തിനാണ്. നവംബർ 14 2012 തന്നെയാണ്. ഒട്ടും താമസമില്ലാതെ ശിശുദിനത്തിൻ്റെ അന്ന് തന്നെ എന്താണ് പോക്സോ ആക്ട് നിലവിൽ വന്നു 2012. നോക്കൂ, ആ വർഷം തന്നെയാണ് ശിശുദിനം. അപ്പോൾ ഓർക്കാലോ, ശിശുദിനത്തിലാണ് കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത്, ശിശുദിനത്തിൽ വെച്ചാണത് കൊണ്ടുവരുന്നത്. അപ്പം നവംബർ 14 2012 പോക്സോ ആക്ട് പ്രാബല്യത്തിൽ വരുന്നു. ജൂൺ 19 2012 പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചു. ഇവിടെ പോക്സോ ആക്ടിന് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചു. ഓക്കെ, അടുത്തത് ഇതാണ്. ഈ ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഇത് വരുന്നത് അല്ലേ? പോക്സോ ആക്ടൊക്കെ കൊണ്ടുവരുന്നത് കുട്ടികളുടെ സംരക്ഷണം ഉൾക്കൊള്ളുന്ന, കുട്ടികളുടെ സംരക്ഷണമൊക്കെ ഉൾക്കൊള്ളുന്ന മന്ത്രാലയം എന്ന് പറയുന്നത് വനിതാ ശിശുക്ഷേമ മന്ത്രാലയം എന്ന്, വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി എന്ന് പറഞ്ഞിട്ട്, അത് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ സ്മൃതി ഇറാനി മന്ത്രി അവരാണ് ഇപ്പോൾ ഇതിൻ്റെ കേന്ദ്രമന്ത്രിയായിട്ടുള്ളത്. കുട്ടികളുടെ വനിതാ ആൻഡ് ശിശുക്ഷേമം വകുപ്പ് കേന്ദ്രമന്ത്രിയായിട്ടുള്ളത് സ്മൃതി ഇറാനി തന്നെയാണ് ഇപ്പോഴത്തേത്. അപ്പം കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെല്ലാം പറയുന്നത് വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ്. അവരാണ് അതൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഇപ്പം പോക്സോ നിയമപ്രകാരം കുട്ടി, അപ്പോൾ കുട്ടികളെന്നൊക്കെ പറയുമല്ലോ, കുട്ടി എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്നാണ് പറയുന്നത്. പോക്സോ നിയമപ്രകാരം ഒരു കുട്ടി, ഒരു ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? ചൈൽഡ് എന്ന് പറഞ്ഞാൽ 18 വയസ്സിനു താഴെ പ്രായമുള്ള ഏതൊരാളും
എന്താണ്, ആൺ പെൺ വ്യത്യാസമില്ലാതെ നിയമത്തിൻ്റെ മുമ്പിൽ കുട്ടികളാണ്. 18 വയസ്സിന് താഴെ പ്രായമുള്ള ഏതൊരാളും നിയമത്തിൻ്റെ മുമ്പിൽ കുട്ടികളാണ്. ഇങ്ങനെയാണ് കുട്ടികളെ ആ പോക്സോ ആക്റ്റിൽ നിർവചിച്ച് വച്ചേക്കുന്നത് അല്ലേ. 18 ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റിൽ അത് വേറെ 2016 വയസ്സ് അത് പറയുന്നുണ്ട്. പോക്സോ ആക്ട് പ്രകാരം കുട്ടികളെന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള ആരായാലും, ആൺ പെൺ വ്യത്യാസമില്ലാതെ മനുഷ്യനായിരിക്കണം. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളും ആൺ പെൺ വ്യത്യാസമില്ലാതെ നിയമത്തിന് മുമ്പിൽ കുട്ടിയായിട്ടാണ് കാണുന്നത്. പോക്സോ നിയമപ്രകാരം കുട്ടിയായിട്ടാണ് കാണുന്നത്. അപ്പം അവരുടെ കീഴിൽ 18 വയസ്സിന് താഴെയാണ് പോക്സോ ആക്ട് പ്രകാരമുള്ള എന്തെങ്കിലും കേസ് ഒരു ആൾ വരുന്നെങ്കിൽ ഇതാണ്, ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്തു, ആ കുറ്റകൃത്യം ചെയ്യപ്പെട്ട കുട്ടി, ആ കുട്ടിക്ക് 18 വയസ്സിന് താഴെയാണ്, അല്ലെ 17 വയസ്സ്, എന്താണ് 17 വയസ്സ് 11 മാസം, 17 വയസ്സ് 11 മാസം 29 ദിവസം അല്ലെ 30 ദിവസം ആയാൽ പോലും പോക്സോ ആക്ടിൻ്റെ പരിധിയിൽ ആണ് കുറ്റകൃത്യമായിട്ട്. ആ കുട്ടിയുടെ നേരെ ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ടെങ്കിൽ അത് പോക്സോയുടെ കീഴിൽ കുറ്റകൃത്യമായിട്ട് വരും, ഓർക്കുക. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും ആൺ പെൺ വ്യത്യാസമില്ലാതെ കുട്ടിയെന്ന് നിർവചനം ചെയ്തിട്ടുണ്ട്. അപ്പം പോക്സോ കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെ വരാമെന്നുകൊണ്ട് അല്ലേ. ലൈംഗിക അതിക്രമം വരാം, ലൈംഗിക പീഡനം സംബന്ധിച്ച് വരാം, അല്ലെ അശ്ലീല ചിത്രീകരണത്തിന് വേണ്ടി കുട്ടിയെ ഉപയോഗിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരാം. ഇതിനെപ്പറ്റി ഒരു അറിവ് കിട്ടിയാൽ ആർക്കാണ് ഒരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക എന്നാണ് പറയുന്നത്. ആർക്കൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ആർക്കൊക്കെയാണ്? മാതാപിതാക്കൾക്ക് പറയാം. കുട്ടികളത് സംസാരിച്ചിട്ട് അല്ലേ, കുട്ടി പറയാണ് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി, ഈ മാമൻ എന്നെ ഇങ്ങനെ തൊട്ടു എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. അപ്പം അത് മാതാപിതാക്കൾ അറിഞ്ഞാൽ അത് പറയണം. ഇല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്യാം, ചൈൽഡ് ലൈൻ പ്രവർത്തകർക്ക് റിപ്പോർട്ട് ചെയ്യാം. ചൈൽഡ് ലൈൻ പ്രൊട്ടക്ഷൻ എന്ന് പറയും, റെയിൽവേ സ്റ്റേഷനിലും മിക്ക സ്ഥലങ്ങളിലും അവരുണ്ട് അല്ലേ, ചൈൽഡ് ലൈൻ ഉണ്ട്. ഡോക്ടേഴ്സിന് കുട്ടിക്ക് എന്തെങ്കിലും പരിക്കുകൾ പറ്റി ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ പല കേസുകൾ നമ്മൾ കാണാറുണ്ട് അല്ലേ. അങ്ങനെ ഇവരെ ഇതിനെ പീഡനത്തിന് ഇരയാക്കി എന്ന് കാണും. അപ്പം എന്താണ് ഈ ഡോക്ടറിന്, അപ്പോൾ അത് അറിഞ്ഞാൽ ഡോക്ടർ റിപ്പോർട്ട് ചെയ്യണം. പിന്നെയോ ആശുപത്രി ജീവനക്കാർ, സ്കൂൾ അതോറിറ്റി, പിന്നെ ഹോസ്റ്റൽ ജീവനക്കാർ, അധ്യാപകർ, സ്കൂളിലുള്ള അധ്യാപകർ. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ടീച്ചറിൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞാൽ, ഇപ്പോൾ ടീച്ചർ വിചാരിക്കുകയാണ് സ്കൂളിനത് മോശമല്ലേ, പുറത്ത് വന്ന് സ്കൂളിനൊരു മാനക്കേടെങ്കിലും പറയാതിരിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് നമുക്ക് അടുത്ത് നോക്കാം. പക്ഷേ അധ്യാപകരുടെ അടുത്ത് പറയാം. പൊതുപ്രവർത്തകർ അവരറിയുകയാണെങ്കിൽ അവർക്ക് റിപ്പോർട്ട് ചെയ്യാം. കൂടാതെ ഏതൊരു കുട്ടിക്കും പൊതുജനത്തിനും റിപ്പോർട്ട് ചെയ്യാം. ആദ്യം ഇത്രയും പ്രസക്തമായ ആൾക്കാർ പറഞ്ഞിട്ട് അവസാനം എല്ലാവർക്കും. ഏതൊരു കുട്ടിക്കും പൊതുജനത്തിനും പോക്സോ സംബന്ധമായ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് എന്ന് പറയുകയാണ്. മാതാപിതാക്കൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, ചൈൽഡ് ലൈൻ പ്രവർത്തകർ, ഡോക്ടർ, ആശുപത്രി ജീവനക്കാർ, സ്കൂൾ അതോറിറ്റി, ഹോസ്റ്റൽ ജീവനക്കാർ, അധ്യാപകർ, പൊതുപ്രവർത്തകർ, കൂടാതെ ഏതൊരു കുട്ടിക്കും പൊതുജനത്തിനും ഈ പോക്സോ സംബന്ധമായ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിലോ റെക്കോർഡ് ചെയ്യുന്നതിലോ വീഴ്ച വരുത്തിയാലുള്ള ശിക്ഷ ഉണ്ട്. ഇപ്പം കുട്ടി എന്താണ് ടീച്ചറുടെ അടുത്ത് പറഞ്ഞു, ഈ ആൾ അല്ലെങ്കിൽ ഈ ഒരു മാമൻ, സ്കൂളിലെ ഈ ഒരു മാമൻ, ഈ ഒരു സാർ എന്നെ ഇങ്ങനെ ചെയ്തതെന്ന് കുട്ടി പറയുകയാണ്, ഇങ്ങനെ ഉപദ്രവിച്ചു എന്ന് പറയാം. അറിഞ്ഞ നിമിഷം അത് റിപ്പോർട്ട് ചെയ്യുക. അപ്പം ടീച്ചർ പറയാണ് സ്കൂളിന് മാനക്കേടാണ്, ഇന്ന അധ്യാപകൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അങ്ങനെയൊക്കെ ആദ്യം എന്താണ് ഒരു മുൻവിധിയോടുകൂടെ കാണാതിരിക്കുക ഒന്ന്. പിന്നെ സ്കൂളിന് അതൊരു അഭിമാന പ്രശ്നമായിട്ട് വരും, കുട്ടി ഇങ്ങനെ സ്കൂളിൻ്റെ പേര് പുറത്തു വരും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. അങ്ങനെയൊക്കെ മനസ്സിൽ വച്ച്, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇത് പുറത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് 17 വയസ്സല്ലേ ആയുള്ളൂ, അടുത്ത വർഷം നിങ്ങൾക്ക് പ്രായപൂർത്തിയായി നിങ്ങൾ കല്യാണത്തിനൊക്കെ അത് ബാധിക്കുന്നുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ബാധിക്കുമെന്ന് പറഞ്ഞ് പറയാതിരിക്കും. അങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാനോ റെക്കോർഡ് ചെയ്യാനോ വീഴ്ച വരുത്തിയാലുള്ള ശിക്ഷ സെക്ഷൻ 21 പറയുന്നുണ്ട്. കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിലോ റെക്കോർഡ് ചെയ്യുന്നതിലോ വീഴ്ച വരുത്തിയാലുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്നത് സെക്ഷൻ 21 സെക്ഷൻ എന്താണ് 19, 20 പ്രകാരം കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യാൻ വീഴ്ച വരുത്തുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ 6 മാസം വരെ തടവോ അല്ലെങ്കിൽ പിഴയോ, അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് ശിക്ഷ ലഭിക്കാവുന്നതാണ്. ഒന്നുമില്ല, സെക്ഷൻ 21 പ്രകാരം എന്താണ്
കേസ് അറിഞ്ഞിട്ടും അത് റിപ്പോർട്ട് ചെയ്യുകയോ റെക്കോർഡ് ചെയ്യാതെ ഇരിക്കുകയോ ചെയ്താൽ അവർക്കുള്ള ശിക്ഷ 21 പറയുന്നു എത്രയാണ്? 6 മാസം വരെ തടവോ അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചോ ലഭിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിൻ്റെ ചുമതലയിലിരിക്കെ, ഇപ്പോൾ സ്കൂളിലെ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചുമതല ആർക്കൊക്കെ? പ്രിൻസിപ്പളിനുണ്ടാവും. അങ്ങനൊരു ഉദാഹരണം അനുസരിക്കുക. ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിൻ്റെ ചുമതലയിലിരിക്കെ അയാളുടെ നിയന്ത്രണത്തിലുള്ള ഒരു കീഴുദ്യോഗസ്ഥൻ നടത്തിയ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യാൻ വീഴ്ച വരുത്തിയാൽ അങ്ങനെ ലഭിക്കുന്ന ശിക്ഷയെ പറ്റി പറയുന്നുണ്ട് 21. എന്താണ്? 1 വർഷം വരെ ആകാവുന്ന തടവ് ശിക്ഷയും പിഴയും ലഭിക്കും. ഒരു ടീച്ചറാണ്, സ്കൂളിലെ ടീച്ചറാണ് അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിലെ ഒരാളാണ് ഇങ്ങനെ ചെയ്തത്, അതിൻ്റെ മേധാവി പ്രിൻസിപ്പളാണെങ്കിൽ പ്രിൻസിപ്പൾ ഈ കാര്യം അറിഞ്ഞ് പ്രിൻസിപ്പൾ റിപ്പോർട്ട് ചെയ്യണം. അറിഞ്ഞിട്ടും റിപ്പോർട്ട് ചെയ്യാതിരുന്നു എന്നൊരു കാര്യം വരികയാണെങ്കിൽ അദ്ദേഹത്തിനുള്ള ശിക്ഷ 1 വർഷം വരെ ആകാവുന്ന തടവ് ശിക്ഷയും പിഴയുമാണ് വരുന്നത്. അറിഞ്ഞിരിക്കുക, ഈ ഒരു ഭാഗം അറിഞ്ഞിരിക്കുക. അടുത്തത്, ഈ വ്യവസ്ഥകൾ എന്താണ്? നിയമപ്രകാരം കുട്ടിക്ക് ബാധകമാകുന്നില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു, കുട്ടി അത് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് കുട്ടിയെ പിടിച്ച് ശിക്ഷിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കുട്ടിക്ക് ഇതറിയാം, അല്ലെങ്കിൽ കുട്ടി വേറൊരു കുട്ടിയെടുത്താണ് പറഞ്ഞത്, കുട്ടി പറഞ്ഞില്ല, കുട്ടി അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു എന്നിരിക്കട്ടെ, പിന്നെയാണ് പുറത്തു വരുന്നത്. അങ്ങനെ പുറത്ത് വന്നപ്പോൾ കുട്ടി പറയാതിരുന്നത് കൊണ്ട് എന്താണ്? നിയമപ്രകാരം ഈ കുട്ടിക്ക് ഈ മേൽ പറഞ്ഞ വകുപ്പ് 21 സെക്ഷൻ 21 ബാധകമായിരിക്കുകയില്ല എന്നുകൂടി നിയമത്തിൽ എടുത്തു പറയുന്നു. പോക്സോ കേസുമായി അപ്പം അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ അറിഞ്ഞാൽ എവിടെ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് സംഘടനകളും ഏത് പോലീസ് സ്റ്റേഷനിലൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പം എന്താണ്? പോക്സോ കേസുമായി പരാതി നൽകേണ്ടത് ആർക്കെല്ലാം എന്ന് പറയുന്നു. ആദ്യം എന്താണ്? ലോക്കൽ പോലീസിലെ വിവരം അറിയിക്കുക. അത് അറിഞ്ഞാൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി വിവരം അറിയിക്കുക. അല്ലെങ്കിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലെ അവിടെ വിവരം അറിയിക്കുക. അല്ലെങ്കിലോ ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ, ഇവിടെ വിളിച്ച് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ അറിയുകയാണെങ്കിൽ എന്താണ്? ചൈൽഡ് ലൈനിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യാം. 1098 അല്ലേ, 1098 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ കുട്ടികൾക്ക് മേൽ ഇങ്ങനെ അതിക്രമങ്ങൾ നടക്കുന്നു എന്നൊരു അറിവ് ലഭിച്ചാൽ ഈ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെയോ സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്താണ്? ബാലാവകാശ കമ്മീഷൻ, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യാം. അതോടൊപ്പം ദേശീയ ബാലാവകാശ കമ്മീഷനിലും റിപ്പോർട്ട് ചെയ്യാം. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്ന് പറയുന്ന NCPCR, ദേശീയ ബാലാവകാശ കമ്മീഷൻ, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ, ചൈൽഡ് ലൈനിൽ വിളിക്കാം, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ അറിയിക്കാം. അല്ലെങ്കിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ലോക്കൽ പോലീസിന് ആ ഇൻഫർമേഷൻ കൈമാറാം. ഇത്രയെടുത്ത് കേസ് റിപ്പോർട്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞ ആർക്കൊക്കെ റിപ്പോർട്ട് ചെയ്യാം, റെക്കോർഡ് ചെയ്യാമെന്ന് പറയുന്നത് ആർക്കൊക്കെ റിപ്പോർട്ട് ചെയ്യാം? അവർ ഈ പറഞ്ഞ കാറ്റഗറിയിൽ പറഞ്ഞ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് പോക്സോ സംബന്ധമായ ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച്. ഇനി വരുന്നത്, അപ്പോൾ ഇത്രയൊരു ആമുഖമാണ് പോക്സോ ആക്റ്റിൽ. പോക്സോ ആക്ട് ഇന്ന് എവിടെ വരെ എത്തി നിൽക്കുന്നു, എത്രത്തോളം ഭേദഗതികളിലൂടെ പോയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. 2019 ഒരു ഭേദഗതി വരുന്നത്. പോക്സോയിലെ പ്രധാനമായ ഒരു ഭേദഗതി വരുന്നു. അതിലെന്താണ് ഏറ്റവും പ്രധാനമായി വന്നത് നോക്കാം. കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് കർശന ശിക്ഷ നൽകണം എന്ന് പറയുന്ന ആ ലൈംഗിക അതിക്രമത്തിന് വധശിക്ഷ നൽകാനുള്ള വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തിയുകൊണ്ടാണ് പോക്സോ നിയമം 2019 ഭേദഗതി വരുന്നത്. വധശിക്ഷ കൊണ്ടുവന്നു. 7 വർഷമായിരുന്ന ശിക്ഷ 10 വർഷമാക്കി ഒരു സെക്ഷൻ 4 പ്രകാരം. പിന്നെ വധശിക്ഷ കൊണ്ടുവന്നു. അഗ്രവേറ്റഡ്, ഏറ്റവും മൃഗീയം, മനുഷ്യനും മൃഗവും തമ്മിൽ എങ്ങനെ വേർതിരിക്കാൻ ഈ ഒരു സാഹചര്യത്തിൽ ഇല്ലേ, ഈ ഒരു കാലത്തിൽ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എല്ലാം ഏകദേശം ഇല്ലേ ഒരുപോലെ ആയി വരികയാണ്. മൃഗങ്ങൾക്ക് അപമാനമാകുന്ന രീതിയിലാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു അഗ്രവേറ്റ്, ഏറ്റവും മൃഗീയമായ രീതിയിൽ എന്നൊക്കെ പറയുമ്പോഴും അപ്പോൾ എന്താണ് അഗ്രവേറ്റഡ് ഫോം ഓഫ് ഒരു ലൈംഗികാതിക്രമത്തിനൊക്കെ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കാര്യങ്ങൾ വരെ 2019 ഭേദഗതിയിൽ കൊണ്ടുവന്നു. അപ്പോൾ അത് കൊണ്ടുവന്ന ആ ഒരു ബില്ല് 2019 ബില്ല് അവതരിപ്പിച്ചത്
സ്മൃതി ഇറാനിയാണ് കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി, ശിശുക്ഷേമ വകുപ്പ് മന്ത്രി, ശിശു വികസന വകുപ്പ് മന്ത്രി ഒക്കെ. ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് മിനിസ്ട്രി പറയുന്നത്. വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. അതിൽ ഈ മന്ത്രി സ്മൃതി ഇറാനിയാണ് 2019 ആ ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. ഓർക്കുക, രാജ്യസഭയിൽ അവതരിപ്പിച്ചത് സ്മൃതി ഇറാനിയാണ്, ഓർക്കുക. ഓക്കെ, 2019 രണ്ട് കാര്യങ്ങൾ പ്രധാനമായി 19 കാര്യം ഞാൻ പറഞ്ഞു. 7 വർഷമായിരുന്നൊരു കാര്യം എന്താണ് അത് 10 വർഷമാക്കി ഉയർത്തി വധശിക്ഷ കൊണ്ടുവന്നു. വധശിക്ഷ, ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ കിട്ടുന്ന വകുപ്പ് വരെ അതിൽ ആഡ് ചെയ്തു വന്നു എന്നൊരു പ്രധാന കാര്യം കൂടി ഇതിലുണ്ട്. ആ ഭേദഗതി രാജ്യസഭ പാസ്സാക്കിയത് ജൂലൈ 24, 2019. 2019 ഭേദഗതി, പോക്സോ ആക്ടിലെ ഭേദഗതി രാജ്യസഭ പാസ്സാക്കിയ ദിവസം വേണമെങ്കിൽ ചോദിക്കാം. 2019 ജൂലൈ 24. ആര് പാസ്സാക്കി? സ്മൃതി ഇറാനി പാസ്സാക്കി. എവിടെയാണ് അവതരിപ്പിച്ചത്? രാജ്യസഭയിലാണ് അവതരിപ്പിച്ചത്. ആരാണ് സ്മൃതി ഇറാനി? എന്താണ്? കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി എന്നൊക്കെ വേണമെങ്കിലൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക. 2019 കാര്യം. ഓക്കെ, അങ്ങനെ 2019 ജൂലൈ 24 ഈ ഭേദഗതി രാജ്യസഭ പാസ്സാക്കി. പിന്നെയോ അങ്ങനെ ലോക്സഭ ഇത് പാസ്സാക്കിയത് ജൂലൈ കഴിഞ്ഞാൽ ഓഗസ്റ്റിൽ തന്നെ ലോക്സഭ 2019 ഓഗസ്റ്റിൽ ഈ 2019 ഭേദഗതി പാസ്സാക്കി. പിന്നെ ബില്ലിന് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചത് 2019 ഓഗസ്റ്റ് 5 പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ 2019 പോക്സോ ഭേദഗതി പ്രകാരം മാറ്റം വരുത്തിയ സെക്ഷനുകളിൽ 2, 4, 5, 6, 9, 14, 15, 34, 42, 45 ഈ പറഞ്ഞ സെക്ഷനുകളിലാണ് ഭേദഗതി മാറ്റങ്ങൾ കൊണ്ടുവന്നത്. നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇങ്ങനെ കൊണ്ടുവന്നത്, എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്നും നമ്മൾ സിലബസിൽ അങ്ങനെ പഠിക്കേണ്ട കാര്യവുമില്ല, അതിൻ്റെ കാര്യവുമില്ല. നമുക്കതിൽ 4 ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, 4 സെക്ഷൻ 4 നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ബാക്കി കുറച്ച് സെക്ഷൻസ് കൂടിയുണ്ട്. അപ്പോൾ അത് 4 അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കുറച്ച് അങ്ങനത്തെ സെക്ഷനിലെ ഭേദഗതി നമ്മൾ മാത്രം നോക്കിയാൽ സിലബസിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കത് നോക്കിയാൽ മതി. പിന്നെ ഏതൊക്കെ സെക്ഷനിലാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ 2, 4, 5 ഈ നമ്പറുകൾ വേണമെങ്കിൽ ഓർത്തിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം 2019 ഭേദഗതി കൊണ്ടുവന്നു. വധശിക്ഷ ഉൾപ്പെടെയുള്ള ശിക്ഷ നടപടികൾ അതിലേക്ക് കൊണ്ടുവന്നു. രാജ്യസഭയിൽ 2019 ജൂലൈ 24 എന്താണ് അവർ പാസ്സാക്കിയത്. ആരാണ് അവതരിപ്പിച്ചത്? സ്മൃതി ഇറാനിയാണ് അവതരിപ്പിച്ചത്. ലോക്സഭയിൽ ഓഗസ്റ്റ് 2019 പാസ്സാക്കി. ഓഗസ്റ്റ് 5 പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചു. പിന്നെ അതുവഴി ഇത്രയും വകുപ്പുകളിൽ മാറ്റങ്ങൾ ഭേദഗതി റിഫ്ലക്റ്റ് ചെയ്തു, അതിൽ പ്രതിഫലിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ 2019 ഈ ഭേദഗതി വന്നപ്പോൾ അതിന് ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ രാംനാഥ് കോവിന്ദാണ്. അത് 2019 ഭേദഗതി ഒപ്പുവെച്ചത് ഓർത്തിരിക്കുക. അന്ന് അദ്ദേഹമായിരുന്നു രാഷ്ട്രപതിയായിരുന്നത്. 2019 ഭേദഗതിയിലൂടെയാണ് നേരത്തെ പറഞ്ഞ പോലെ വധശിക്ഷ ഈ പോക്സോ നിയമത്തിൽ ഉൾപ്പെടുത്തിയത്. ഏത് ഭേദഗതി പ്രകാരമാണ് വധശിക്ഷ പോക്സോ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ 2019 ഭേദഗതിയിലാണ് കൊണ്ടുവന്നത് എന്ന് ഓർത്തിരിക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ് നമുക്ക് നോക്കാനുള്ളത്, കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച് ഓൺലൈനായിട്ട് നമുക്ക് പരാതി നൽകാൻ സാധിക്കും. പോക്സോ ബോക്സ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. നോക്കൂ, ബോക്സ് ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ ഒരു പരസ്യം തന്നെയാണ്. ബോക്സ് ഫോർ ചിൽഡ്രൻ ടു റിപ്പോർട്ട് സെക്ഷൽ അബ്യൂസ്. അത് ഓൺലൈനായിട്ട് അങ്ങനെ സെക്ഷൽ അബ്യൂസ് നടന്നിട്ടുണ്ടെങ്കിൽ, ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ബോക്സാണ് ഫോർ ചിൽഡ്രൻ ടു രജിസ്റ്റർ കംപ്ലയിൻറ്റ്സ് ഓഫ് ഹറാസ്മെൻറ്റ്, അബ്യൂസ്. ഹറാസ്മെൻറ്റ്, അതിക്രമം, പീഡനം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കുട്ടികൾക്ക് അവർക്ക് ഓൺലൈനായിട്ട് പരാതി കൊടുക്കാം. ബോക്സ് ആരാണ് തുടങ്ങി വെച്ചത്, ഉദ്ഘാടനം ചെയ്തത്? മനേകാ ഗാന്ധിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. പോക്സോ ബോക്സ് ഉദ്ഘാടനം ചെയ്തത്. അത് ആരംഭിച്ചതോ 2016 ഓഗസ്റ്റ് 26. ഇതൊരു ക്വസ്റ്റ്യനായിട്ട് വേണമെങ്കിൽ വരാം. എന്നാണ് പോക്സോ ബോക്സ് ആരംഭിച്ചത്? അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധിക്കുക? പോക്സോ ബോക്സ് ആരംഭിച്ചത് എന്നാണ് 2016 ഓഗസ്റ്റ് 26.
ആരാണ് ഉദ്ഘാടനം ചെയ്തത്? മനേകാ ഗാന്ധി. കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച് പരാതികൾ ഓൺലൈനായി നൽകാൻ ആരംഭിച്ച കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ പോക്സോ ഇ ബോക്സ് ആണ്. പോക്സോ ഹെൽപ്പ് ലൈൻ അല്ലെങ്കിൽ മെയിൽ അറ്റ് പോക്സോ എന്ന് പറഞ്ഞാൽ പല പല ഓപ്ഷൻസ് ഒക്കെ ഇങ്ങനെ കൊടുക്കാം. ഓർത്ത് വയ്ക്കുക, പോക്സോ ഇ ബോക്സ് എന്ന് നോക്കുമ്പോൾ തന്നെ ഓൺലൈനായിട്ട് പോസ്റ്റ് ബോക്സിൻ്റെ ഒരു പടം കണ്ടില്ലേ, അപ്പം എന്താണ് കത്തെഴുതുന്ന പോലെ ഇ ബോക്സ് ആയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് പരാതി കൊടുക്കാൻ സാധിക്കുന്നത്. പോക്സോ ഇ ബോക്സ് ഉദ്ഘാടനം ചെയ്തത് മനേകാ ഗാന്ധി 2016 ഓഗസ്റ്റ് 26 ഇത് ആരംഭിച്ചു. അപ്പം ഇത്രയും ഒരു ആമുഖമായിട്ട് നമുക്ക് പറയാം. ഇത്രയുമാണ് പ്രധാനപ്പെട്ടത് 2012 കൊണ്ടുവന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ട്സ് ഒക്കെ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങളിൽ ഉറപ്പ് വരുത്തുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള പോക്സോ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.